ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് 2 കൂണാണ് ഗൈസ്. കാണുമ്പോൾ നമ്മുടെ പാമ്പും കൂണൊക്കെ പോലെയില്ലേ, പക്ഷേ ഇത് പാമ്പും കൂണല്ല, നല്ല അടിപൊളി വെള്ളാരം കൂണാണ് കേട്ടോ. അപ്പോൾ കൂണൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ കുറേശ്ശെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ അരിക്കൂണിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടുണ്ട്. ആട് അവിടെ കിടന്ന് കരയുന്നുണ്ട് ഗൈസ്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. അപ്പോൾ കൂണവിടെ ഉണ്ടായി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നാളെ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ പ്രാർത്ഥന ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണത്. ഇത് മുട്ടയാണ്, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയതായിട്ടായിരിക്കും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല, എന്നാലും വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോണേയാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. തലമുടി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ടേ കൈസ്. ഞാൻ ഉറക്കപ്പിച്ചത് ഞാൻ എണീറ്റ് വന്നേക്കണം. തലമുടി കേട്ടാലും നിന്നില്ല, ഒരു കുടയെടുത്ത് വന്നേക്കണേ കേട്ടോ. കണ്ടില്ലേ, ഞാൻ മോൻ കഴിയേണ്ട വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കോസ്റ്റ്യൂം സ്പോൺസേഡ് ബൈ എൻ്റെ ചേച്ചിയുടെ അടുത്ത് താങ്ക് യു. നല്ല ടോപ്പാട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടത്തിൽ ആസ് യൂഷ്വൽ പശുവൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അവരെ കെട്ടിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട്. സമാധാനം ഉണ്ടാവില്ല കൈസ്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ കെട്ടിയിട്ട് വരാം. കൊണ്ട് കണ്ടോ, അടുത്ത് വരുമ്പോൾ പൊക്കോളും. ഇനി അടുത്തയാൾ പൊടി അങ്ങനെ അടുത്തോളം പോയിട്ടുണ്ട്. അവർ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. എൻ്റെ പുറകിലേക്ക് നോക്കിയേക്കേ, നല്ല കൂണാണ് കേട്ടോ നിൽക്കണത്. നല്ല അരിക്കൂൺ. എന്നോട് ഇച്ചിരി പറിച്ച് കാണിച്ചു തരാം. കണ്ടോ, പൂ പോലെയുണ്ട്. പക്ഷേ അത് നമ്മൾ പറിക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സുഖമില്ല കാണാനായിട്ട്. ഇന്നലെ ഉണ്ടായതാണെന്ന് തോന്നണു. അത് കാരണം നമ്മൾ പറിക്കാണ്ട് നമ്മൾ വിടുക. അത് കണ്ടോ, ഞാൻ അടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചൊക്കെ തരാം. നമുക്ക് അതിൽ വയറിളക്കം പിടിച്ചാലോ. മഞ്ഞ വഴിക്ക് നമ്മൾ കുറച്ച് അരിക്കൂണ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്ക്, കയ്യാല മട്ടയിൽ ഇടയിൽ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് തരാം. ഇവിടെയാണ് വേണ്ട, ഇത് കേട്ടോ. അപ്പോൾ രാത്രി ഉണ്ടായതാണോ എപ്പോൾ ഉണ്ടായതാണെന്ന് അറിയാൻ പാടില്ല. നല്ല പൂ പോലെ ആയിട്ടുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്തോ. ഓക്കെ, നല്ല രസമല്ലേ കാണാൻ, നമ്മുടെ പൂ പോലെ. വെറൈറ്റിയാണ് ഗൈസ്, വെറൈറ്റി. അപ്പോൾ ഗൈസ്, നമ്മുടെ വെള്ളാരം കൂടെ അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഞാൻ അവനെ ഇത്ര അരിമണിയുടെ തൊള്ളപ്പ് ഞാൻ അവിടെ കണ്ടിട്ട് പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലുള്ള രണ്ടെണ്ണത്തിന് ഞാൻ ആദ്യമേ കാണിച്ചു തന്നല്ലോ. അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഇപ്പം 2 ദിവസമായി സംഭവം ഇങ്ങനെ ഉണ്ടായി വരണു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വിരിഞ്ഞ് നിൽക്കണ കൂടെ എത്ര ദിവസം ഇങ്ങനെ വലുതാവാനായിട്ട് നിന്നാണ് അത്ര ആവണത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ പറിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് പിന്നെ ഇതൊരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എൻ്റെ അമ്മ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും ദിവസം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കും, ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി നാളെ രാവിലെ ആയിരിക്കും പോയി നോക്കണത്. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ വീണ്ടും പോവുകയാണ്. ഇന്ന് എന്തായി സംഭവമി എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കൂട്ടത്തിലെ ജിംബ്രുണ്ട് ഗൈസ്, നമ്മുടെ വിശിഷ്ട അതിഥിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ അവിടെ ചെന്ന്. അപ്പോൾ നമ്മൾ വന്നു നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതല്ലാണ്ട് കുറേ സ്ഥലത്ത് കൂണുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൂടി കഴിഞ്ഞിട്ട് ഇത് പറിച്ചെടുക്കാനായിട്ടൊരു പ്ലാനാണ്. എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കണതുകൊണ്ട് നമ്മുടെ പോരാളിനെയാണ് ഏൽപ്പിച്ചേക്കണത് പറിക്കാനായിട്ട്. കുത്തിപ്പറിച്ച് തരും, ഞാനാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കൊരു ചേമ്പല എടുത്ത് കഴിഞ്ഞിട്ട് പറിച്ചു തുടങ്ങാം. പഴുതാര
ഇതിൻ്റെ അടിയിലേക്കുണ്ടാവും. ഫോട്ടോ എടുക്കണം. ഇല്ല. ഓക്കെ. വാസന വേറുണ്ട്. എടുത്തോ. കുറേ ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പാണ് കേട്ടോ ഈ നമ്മുടെ കയ്യിലിരിക്കണത്. എത്ര ദിവസമായാലും നമ്മൾ ഇതിൻ്റെ പുറകെ കിടക്കണം. അപ്പോൾ ഇതാ നോക്കിക്കേ, ഒരു ചെരുവ നിറയെ കെട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കുറേ ഉണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഓ എൻ്റെ പൊന്നോ, ആ കോഴി എന്നെ കൊത്താൻ തന്നെയാണ് കൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന കോഴിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോഴിനെ കാണിച്ചു തരാം. കണ്ടോ, കോഴിക്കുട്ടി നിന്നും അന്ന റിപ്പോർട്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളാരം കൂണ് ഗൈസ്. എത്ര ദിവസമായില്ല നമ്മൾ നോക്കിയിരിക്കണോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മോതിരവളയും ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചേക്കണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ വേർതിരിക്കണോണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇതിനാണ് മോതിരം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് പറഞ്ഞു മോതിരമില്ലാത്ത കൂണ് നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ലാന്ന്. ആ കൂണ് നമുക്ക് കഴിക്കാൻ കൊള്ളാം, ഈ കൂണ് നമുക്ക് കഴിക്കാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, വീഡിയോ നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. ടാ.